നമസ്തേ. ഇന്ന് ഞാൻ ഒരു സമ്മർ ജ്യൂസ് ഉണ്ടാക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പം ഗംഗയ്ക്ക് ഭയങ്കര നിർബന്ധം അത് നിങ്ങളെയും കൂടെ കാണിക്കണമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ എല്ലാവരെയും കാണിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ ഒരു ജ്യൂസായത്. അതായത് ഇതിനകത്ത് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചനച്ച മാങ്ങ. ചനച്ചതെന്ന് പറഞ്ഞാൽ അധികം പുളിയില്ലാത്ത മാങ്ങ. എനിക്ക് കിട്ടിയ ഒരു മോണ്ട മാങ്ങയാണ്. നാട്ടിലാണെങ്കിൽ എനിക്ക് എല്ലാ മാവും ഉണ്ട്, പക്ഷെ ഇവിടെ ഞാൻ തൃശ്ശൂരായതുകൊണ്ട് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മാങ്ങകളൊക്കെ ഉള്ളൂ. ഇത് ചനച്ച ഒരു മോണ്ട മാങ്ങ, പിന്നെ വെള്ളരിക്ക. അത് ഏതായാലും മതി. സാലഡ് വെള്ളരിക്ക ആകാം, അല്ലെങ്കിൽ നമ്മുടെ സാധാരണ കണി വെള്ളരിക്ക ആകാം, പൊട്ടുവെള്ളരി അല്ല, മറ്റേ മുള്ളം വെള്ളരി ആകാം. അങ്ങനെ ഏതെങ്കിലും ഒരു വെള്ളരി, ആ ഒരു വെള്ളരിക്ക. പിന്നെ അഥവാ ഇനിയും ഡയറ്റൊക്കെ നോക്കുന്നവരാണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ കുമ്പളങ്ങ വെച്ച് വേണമെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കാം. അതൊരെണ്ണം. പിന്നെ ഒരു പച്ചമുളക് എരിവ് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് എരിവ് കുറവ് വേണമെന്ന് തോന്നുവാണെങ്കിൽ ഇത് കുറച്ച് കുറയ്ക്കാം. ഇത് എനിക്ക് തന്നെ എൻ്റെ ബാൽക്കണിയിൽ ഒരു ചെറിയ തോട്ടമൊക്കെ ഉണ്ട്, അതിനകത്ത് പച്ചമുളകൊക്കെ ഉള്ളതുകൊണ്ട് അതിൽ നിന്ന് ഞാൻ അത്യാവശ്യം എരിവുള്ള മുളകായതുകൊണ്ട് ഒരു മുളക് എടുക്കാം. പുതിന, അതെ, എൻ്റെ ബാൽക്കണിയിൽ ഉണ്ടാകുന്ന പുതിനയാ, ഒരു തണ്ട് പുതിനയല്ല, അത്രയും വേണ്ടത്. ഞാനിനി ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യം മാങ്ങ, വെള്ളരിക്ക, മാങ്ങയും വെള്ളരിക്കയും, പിന്നെ പച്ചമുളക് ഇട്ടിട്ട് ഞാൻ ബ്രൗൺ ഷുഗറാണ് ഉപയോഗിക്കുന്നത്. ബ്രൗൺ ഷുഗർ ഉപയോഗിക്കുന്നവർക്ക് അത് ഉപയോഗിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ സാധാരണ പഞ്ചസാരയാകാം. മധുരം വേണ്ടെന്നുള്ളവർക്ക് ഉപ്പും ആകാം. ഉപ്പ് ഇടണം, കുറച്ച് ഉപ്പ് ഇടണം. ഞാൻ പിങ്ക് സാൾട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല, കാരണം അരിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ഒത്തിരി വേസ്റ്റ് വരും. അതുകൊണ്ട് അത് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല, അരിക്കാതെ തന്നെ ഉപയോഗിക്കാം. പിന്നെ തണുത്ത വെള്ളം ആവശ്യമുള്ളവർക്ക് തണുത്ത വെള്ളം ഒഴിക്കുക ഇതിനകത്ത്. ഞാൻ ഈ പുതിനയില എടുക്കുമ്പോൾ പുതിനയിലയുടെ മുകളിലത്തെ ഈ തണ്ട് എടുത്തിട്ട് ജ്യൂസ് റെഡിയായി. ഇനി അത് ഞങ്ങൾ ഐസ് പൊതുവെ കുറവാണ് കഴിക്കും, തണുപ്പ് കുറവ് കഴിക്കുന്നതുകൊണ്ട് അത് ഐസ് കുറച്ച് ക്യൂബ് ഇട്ടിട്ടുണ്ട്. അതിനകത്തോട്ട് ഇങ്ങനെ ഇത് ഒഴിച്ച്, ഞങ്ങൾ 2 പേരേ ഉള്ളൂ, ഞാനും ഗംഗയും മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞങ്ങൾക്ക് 2 ഗ്ലാസ് മതി. ഞങ്ങളുടെ 2 ഗ്ലാസ്സിനുള്ള കണക്കാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ അളവ് വേണ്ടവർക്ക് കൂടുതൽ ഇത് കണ്ട കറക്റ്റ് 2 ഗ്ലാസ് ജ്യൂസിനുള്ള അളവാണ്. ഒരു മാങ്ങയും ഒരു കുക്കുംബറും എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് ഡെക്കറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ പുതിനയുടെ മണ്ട ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ എന്തെങ്കിലും ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ, ആർക്കെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കണമെങ്കിൽ, ഇത്തിരി ഒരു ആർഭാടം ആക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഞാൻ ഇന്നൊരു ഗാർലിക് പിക്കിൾ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതും ഗംഗ ഇടണമെന്നൊക്കെ പറഞ്ഞാൽ, പക്ഷെ ഇടാൻ പറ്റിയില്ല. ഗാർലിക് പിക്കിള് കുറച്ചുണ്ടാക്കി. ഞങ്ങൾ പൊതുവെ പിക്കിള് കഴിക്കാറില്ല, പിന്നെ എവിടെയോ ആരോ പിക്കിള് കഴിക്കുന്ന കണ്ട് ഒരു താല്പര്യം പറഞ്ഞപ്പോൾ അങ്ങനെ ഇത്തിരി പിക്കിൾ ഉണ്ടാക്കിയതാ. അപ്പൊ ശരി, എല്ലാവരും ഉണ്ടാക്കി നോക്കണം, ചൂടിന് നല്ലതാ. സാധാരണ മഹാരാഷ്ട്രയിലൊക്കെ എല്ലാവരും പച്ചമാങ്ങ സർബത്ത് അങ്ങനെയൊക്കെ മാങ്ങയുടെ സീസൺ ആകുമ്പോൾ കുറേ സാധനങ്ങൾ അവർ മാങ്ങ മുറബ അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടാക്കുമല്ലോ. നമ്മൾ
മാങ്ങ പണ്ടൊക്കെ ഒത്തിരി പ്രിസർവ് ചെയ്ത് വെക്കുമായിരുന്നു. എൻ്റെ അമ്മയുടെ ഒക്കെ സമയത്ത് നിറയെ ഉപ്പിലിടുകയും കണ്ണിമാങ്ങ ആകുമ്പോൾ മുതൽ മാങ്ങ വെച്ച് ഓരോന്നൊക്കെ ഉണ്ടാക്കുമായിരുന്നു. ഇപ്പൊ പക്ഷെ നമ്മൾ അങ്ങനെ ആരും മാങ്ങയെ ഇത് ചെയ്യുന്നില്ലല്ലോ. പക്ഷെ മാങ്ങ ചൂടിന് നല്ലതാ. കാരണം അറബികളും ഒക്കെ നിറയെ പുളിയുള്ള മാങ്ങ കഴിക്കും. ചൂടിനെ റെസിസ്റ്റ് ചെയ്യാൻ നല്ലതാണെന്ന് തോന്നിയിട്ടായിരിക്കും അവരുടെ മാങ്ങയ്ക്ക് നമുക്ക് കഴിക്കാൻ പറ്റാത്തത്ര പുളിപ്പുള്ള മാങ്ങയാണ് അവർ കഴിക്കുന്നത്. അപ്പോൾ പച്ചമാങ്ങ വെച്ചിട്ട് ചനച്ച മാങ്ങയാണ് നല്ലത്, അധികം പുളി വരത്തില്ല. അപ്പോൾ ഉപ്പും പുളിയും മധുരവും എരിവും എല്ലാം ഉള്ള ഒരു എന്താ പറയുന്നത് മാങ്ങ സ്മൂത്തി എന്ന് വേണ്ട, പച്ചമാങ്ങ കൊക്കുമ്പോൾ സ്മൂത്തി എന്നും പറയാം. അങ്ങനെ കഴിച്ചാൽ വിശപ്പും മാറും, ദാഹവും മാറും, ക്ഷീണവും മാറും. നല്ലൊരു ജ്യൂസാ. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക.